നമസ്കാരം, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഞാൻ ഈ ബാക്ക് പാക്ക് ഒക്കെ ചെയ്ത് നിൽക്കുന്ന കാണുമ്പോൾ നിങ്ങൾക്കറിയാം ഞാൻ എവിടെയോ ട്രാവൽ പോവാണ്. ബിക്കോസ് എന്റെ ട്രാവൽ സഞ്ചാരിയാണ്. എന്റെ കൂടത്തിലുള്ള എത്രയോ ട്രാവൽ ചെയ്തിട്ടാണ് എന്റെ കൂടത്തിൽ തന്നെയുള്ള ഒരു വ്യക്തിയാണ് ഈ കാണുന്നത്. അപ്പൊ ഞാനും എന്റെ ബാഗും കൂടി ഇന്നൊരു വലിയൊരു യാത്ര പോവുകയാണ്. നിങ്ങൾ പാക്കിംഗ് വീഡിയോ കണ്ടിട്ടുണ്ടാവുമല്ലോ അല്ലെ? അപ്പം ഞാൻ പോകുന്ന സ്ഥലം ഞാൻ പറയുന്നില്ല, പക്ഷെ ഒരു 2-2.5 ദിവസം ട്രാവൽ ചെയ്തിട്ടുള്ള ഒരു വലിയൊരു യാത്രയാണ്. അപ്പൊ ആ ട്രെയിനിലുള്ള കാര്യങ്ങളും ട്രെയിനിൽ പോകുന്ന ഒരു ഇതും നിങ്ങളെ കാണിക്കാൻ. പക്ഷെ അതിനിടയ്ക്ക് എനിക്ക് ചെറിയ പണി കിട്ടിയിട്ടുണ്ട്. ഇപ്പൊ സമയം 9 മണി ആയതേ ഉള്ളൂ. ട്രെയിൻ 11:30-12 മണി ആ സമയത്താണ് ട്രെയിൻ. അപ്പൊ ഞാൻ നേരെ റെയിൽവേ സ്റ്റേഷനിലേക്ക് കുറച്ച് നേരത്തെ പോവാണ്. റീസൺ എന്താണെന്ന് വെച്ചാൽ ഞാൻ എടുത്തത് 3rd AC ആയിരുന്നു. ലോങ് ട്രെയിൻ ആയതുകൊണ്ട് നമുക്ക് AC യിലേ പറ്റുള്ളൂ. സോ ഞാൻ 3rd AC ആണ് എടുത്തത്. പക്ഷേ എൻ്റെ ഭയങ്കര റഷായിരുന്നു ട്രെയിനിൽ. അപ്പോൾ ടിക്കറ്റ് പിന്നെ ക്യാൻസൽ ആവാം എന്ന് വിചാരിച്ചപ്പോഴത്തേക്കും ഞാൻ എമർജൻസി കോട്ടയ്ക്ക് അപ്ലൈ ചെയ്തു. എൻ്റെ ഒരു ഫ്രണ്ട് മുഖാന്തരം എമർജൻസി കോട്ടയ്ക്ക് അപ്ലൈ ചെയ്തു. എമർജൻസി കോട്ടയൊക്കെ കിട്ടി, ടിക്കറ്റ് കൺഫേം ആയി. പക്ഷേ നേരെ AC എന്നുള്ളത് പോയി നേരെ സ്ലീപ്പറിലേക്കാണ് വന്നത്. അപ്പം എനിക്ക് സ്ലീപ്പർ എനിക്കറിയില്ല എന്താകും എന്നുള്ളത്. അതുകൊണ്ട് ഞാൻ ഒന്ന് നേരത്തെ പോയിട്ട് എന്തെങ്കിലും സംസാരിച്ച് ക്ലിയർ ചെയ്ത് പറ്റൂല്ലോ എന്നറിയത്തില്ല. ഫണ്ട് പോലും റീഫണ്ട് ആയിട്ടില്ല. 2600 രൂപയുടെ അടുത്ത് AC-ക്ക് കൊടുത്തു. സ്ലീപ്പറിന് ഏകദേശം 900, 1000, 1500 അത്ര റേഞ്ച് എങ്ങാണ്ടേ ഉണ്ടാകത്തുള്ളൂ. അപ്പം ഞാനൊന്ന് നേരത്തെ പോയി നോക്കാമെന്ന് വിചാരിച്ചു. അതാണ് ഇപ്പം നേരത്തെ ഇറങ്ങുന്നത്. മമ്മി വരുന്നില്ല, ഞാൻ ഒറ്റയ്ക്കാണ് പോകുന്നത്. മമ്മി കിങ്ങിനി ഇവിടെ ഒറ്റയ്ക്കാണ്. അടുത്ത ട്രിപ്പിന് അവരും ഉണ്ടാകും. അപ്പം ഞാൻ ഈ ഒരു ട്രിപ്പ് ഞാൻ പോകാൻ പോവുകയാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട എൻ്റെ ഒരു വിഷ് ലിസ്റ്റിലുള്ള ഒരു ട്രിപ്പാണ്. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പോകാൻ ആഗ്രഹിച്ചിട്ടാണ് കാശ്മീരേക്ക് പോയത്. അന്ന് പോകാൻ പറ്റിയില്ല. അത് എങ്ങനെയൊക്കെയോ ക്യാൻസൽ ആയിപ്പോൾ, ടിക്കറ്റിൻ്റെ പ്രശ്നം കൊണ്ട് ക്യാൻസൽ ആയിപ്പോൾ. ഇത് ക്യാൻസൽ ആവാൻ നിന്ന സാധനം എങ്ങനെയൊക്കെയോ അഡ്ജസ്റ്റ് ചെയ്ത് ഓക്കെ ആക്കി എടുത്തിട്ടുണ്ട്. അപ്പം നമുക്ക് നോക്കാം എങ്ങനെയാണ് യാത്ര എന്നുള്ളത്. അപ്പം നമുക്ക് പോയാലോ? ഇനി അങ്ങോട്ടുള്ള വിവരങ്ങൾ കാണിച്ചു തരാം കേട്ടോ. ട്രെയിനിലേക്കുള്ള അറിയാമല്ലോ അവസ്ഥ ട്രെയിനിൻ്റെ. അപ്പം നമുക്ക് പോവാം. വീട്ടിൽ നിന്നിറങ്ങി നേരെ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തി. സൗത്ത് റെയിൽവേ സ്റ്റേഷനിലായിരുന്നു ട്രെയിൻ ഉണ്ടായിരുന്നത്. അവിടെ ചെന്നിറങ്ങിയപ്പോഴത്തേക്കും എങ്ങോട്ട് പോകണം, തെക്ക് വടക്ക് നടന്ന് നോക്കി. റെയിൽവേ സ്റ്റേഷനൊക്കെ ആകെ മാറിയിരിക്കുക കേട്ടോ. അപ്പം എൻ്റെ ഒരു സുഹൃത്താണ് എന്നെ റെയിൽവേ സ്റ്റേഷനിലാക്കി തന്നത്. ഞാൻ ബാഗും ചുമന്നുകൊണ്ട് എൻക്വയറിലേക്ക് ഓടുക. എന്തൊരു തിരക്കാ എറണാകുളത്ത്, ഇത്രയും തിരക്കാ. എനിക്കിവിടെ വന്നിട്ട് എൻക്വയറിയിൽ ചോദിച്ചപ്പോഴത്തേക്കും ടിക്കറ്റ് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ആകെ ചെയ്യാനുള്ള ഓപ്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ TTR കണ്ടിട്ട് ഒരു സർട്ടിഫിക്കറ്റ് എഴുതി വാങ്ങിക്കണം. എഴുതി വാങ്ങിച്ചതിന് ശേഷം നമ്മൾ ഇറങ്ങുന്ന ലൊക്കേഷനിൽ ചെന്ന് കഴിഞ്ഞിട്ട് ആപ്പിൽ കൂടി മാത്രമേ ഉള്ളൂ നമുക്ക് ആ റീഫണ്ട് കിട്ടത്തുള്ളൂ. ഇപ്പം നമ്മൾ സ്ലീപ്പറിൽ കയറണം. TTR കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ഓപ്ഷൻ ഉണ്ടോ എന്ന് നോക്കണം. അപ്പം ഞാനിത് നമ്മുടെ ട്രെയിൻ ഇവിടെ വന്ന് കിടക്കുന്നുണ്ട്. ട്രെയിനിൽ കയറാൻ പോവാണ്. അത് കഴിഞ്ഞിട്ട് TTR കണ്ടതിന് ശേഷം ചോദിച്ചു നോക്കണം നമുക്ക് ഏതെങ്കിലും ടിക്കറ്റ് കിട്ടുമോ എന്നുള്ളത്. ഐ മീൻ സ്ലീപ്പർ AC-യിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് നോക്കി നോക്കണം. S3-യിലാണ് ഇപ്പം നമുക്ക് കിട്ടിയിരിക്കണത് കേട്ടോ. ട്രെയിനിൽ കയറി. ഇപ്പൊ കുറച്ച് വൃത്തിയൊക്കെ ഉണ്ട്, പക്ഷെ ഈ ട്രെയിനിൽ ഒട്ടും വൃത്തിയില്ല എന്നൊക്കെ കേട്ടു. സ്ലീപ്പറിൽ ഇതെന്താ വെള്ളമൊക്കെ കഴുകിയതായിരിക്കും അല്ലേ? സോ ഗൈസ്, ഞാൻ ട്രെയിനിൽ കയറി. ട്രെയിൻ എടുത്തിട്ടൊന്നുമില്ല. ഞാനിപ്പം AC കമ്പാർട്ട്മെന്റിലൊന്ന് പോയി നോക്കിയായിരുന്നു TTR ഉണ്ടോന്ന്. പക്ഷെ TTR വന്നിട്ടില്ല. അപ്പം ഞാൻ കുറച്ച് നേരം ഇവിടെ കഴുകി വൃത്തിയാക്കി. എൻ്റെ ചെളിയാണ് ഇവിടെ കിടക്കുന്നത്. കഴുകി അവർ വൃത്തിയാക്കി. പക്ഷെ വൃത്തിയാക്കിയതിൽ ഇടയ്ക്ക് കയറിയിട്ട് വെള്ളവും ചെളിയൊക്കെ ഇരിക്കത്തില്ലേ, ആ ഒരു സാധനം ഇവിടെ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ ഇതിൽ ആരും ഇല്ല കേട്ടോ. ആൾക്കാർ വരുന്നതേ ഉണ്ടാവുള്ളായിരിക്കും. സോ ഇപ്പം ഓക്കെയാണ്. കുറച്ച് കഴിയുമ്പോൾ എങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല. നമുക്ക് നോക്കാം. വെട്ടമില്ല. അപ്പം എൻ്റെ യാത്ര സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. ഏത് അവസ്ഥയിൽ ഇവിടുന്ന് അങ്ങോട്ട് കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് ഏത് അവസ്ഥയിലാണ് ഉണ്ടാവുക എന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് കാണാം. ഇനി ചിലപ്പോൾ ഇനി വീഡിയോസ് ഒന്നും ഉണ്ടാവില്ല കേട്ടോ. ഞാൻ കിടന്നുറങ്ങാൻ പോവാണ്. നേരം വെളുത്ത് കഴിഞ്ഞിട്ട് കാണിച്ച്. എനിക്ക് ഏറ്റവും മുകളിലത്തെ ബർത്തിലാണ് ഞാൻ ഫസ്റ്റ് ഡേ കിടന്നത്. എൻ്റെ സാധനങ്ങളെല്ലാം, എൻ്റെ ബാഗും പാണ്ടും കെട്ടും മമ്മി തന്നുവിട്ട പിന്നെ കുറച്ച് ഫ്രൂട്ട്സും എല്ലാം എൻ്റെ സൈഡിൽ തന്നെ വെച്ച് രാവിലെ ഇതിപ്പോൾ 7 മണി 8 മണി എങ്ങാണ്ടായി. അപ്പോഴാണ് ഞാൻ എഴുന്നേൽക്കുന്നത്. ഞെട്ടി താഴോട്ട് നോക്കിയപ്പോഴത്തേക്കും കുറേ ബംഗാളികൾ എൻ്റെ സൈഡിൽ കിടക്കുന്നു ഗൈസ്. പേടിച്ചുപോയി. ആദ്യം ഞാനൊന്ന് ഞെട്ടിയെങ്കിലും പിന്നീട് എനിക്ക് ശീലമായിപ്പോയി ആ ഞെട്ടലൊക്കെ. കാരണം ഫുള്ള് ബംഗാളികളായി ട്രെയിനിൽ.
മോർണിംഗ് എവരിവൺ. ഇപ്പൊ എവിടെയോ എത്തിയെന്ന് പറഞ്ഞ തല വെളിയിലോട്ടിട്ട് നോക്കിയപ്പോഴത്തേക്കും വന്ദേ ഭാരത് ചീറിപ്പാഞ്ഞു പോകുന്നു. അത് നോക്കി കുറച്ചു നേരം നിന്നു. അപ്പോഴത്തേക്ക് എനിക്ക് ഉള്ളിൽ നിന്ന് വിശപ്പിൻ്റെ വിളി അങ്ങ് വന്നു ഗൈസ്. ഞാൻ വിചാരിച്ചു എന്തായാലും നമ്മുടെ കേരളം വിട്ട് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആകെ കിട്ടുന്നത് സമൂസ, വട ഇതൊക്കെയാണ്. അപ്പോൾ വട അങ്ങ് വാങ്ങിച്ചു കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പം എൻ്റെ മുന്നിൽ 3-4 ബംഗാളികൾ ഇരിക്കുന്നു ഗൈസ്. എൻ്റെ ട്രെയിനിൽ മൊത്തം ബംഗാളി. സോ ഗൈസ്, ഞാൻ ഇന്നലെ ട്രെയിനിൽ കയറി. രാത്രി 11:45 ട്രെയിൻ എടുത്തത്. അതുകൊണ്ട് പിന്നെ ഒന്നും കാണിക്കാൻ പറ്റിയില്ല, പറയാനും പറ്റിയില്ല. ഇപ്പം നേരം വെളുത്ത് എഴുന്നേറ്റു, 2 വട കഴിച്ചു. എനിക്കതിൽ കൂടുതലൊന്നും ചെയ്യാൻ തോന്നുന്നില്ല ഗൈസ്. കാരണം ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടില്ലായിരുന്നു, എൻ്റെ ആ ഒരു ട്രെയിനിൻ്റെ ഒരു ബാഡ് എക്സ്പീരിയൻസ് നിങ്ങളോട് ഷെയർ ചെയ്തിട്ടില്ലായിരുന്നു. ഞാൻ ട്രാവൽ ചെയ്ത സമയത്ത് ടിക്കറ്റ് കൺഫേം ആവാത്തത് കൊണ്ട് എമർജൻസി കോട്ട അപ്ലൈ ചെയ്തു. 3rd AC നേരെ കയറിയിട്ട് സ്ലീപ്പറിലേക്കാണ് വന്നിട്ടുള്ളത്. അപ്പം ഭയങ്കര തിരക്ക്, ഭയങ്കര വൃത്തിയില്ല. പാട്ന എക്സ്പ്രസ് ഓഫ് കോഴ്സ് എല്ലാവരും എന്നോട് പറഞ്ഞതാണ്, ഈ പാട്ന അല്ലെങ്കിൽ നമ്മുടെ ബീഹാർ ഭാഗത്തേക്ക് പോകുന്ന ട്രെയിനൊക്കെ നമ്മൾ സൂക്ഷിച്ചും കണ്ടൊക്കെ പോകണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ നിറച്ചും ഹിന്ദിക്കാരാണ്. എൻ്റെ അടുത്തൊരു അപ്പുറത്തെ ഇതിലെങ്ങാണ്ട് ഒരു 2 പേര് മലയാളീസ് ഉണ്ടെന്ന് തോന്നുന്നു. ഒരു പെൺകുച്ചും ഒരു ആൺകുച്ചിനെ ഞാൻ കണ്ടായിരുന്നു, വന്ന് എന്നോട് നേരത്തെ സംസാരിച്ചായിരുന്നു. അല്ലാണ്ട് ഞാൻ ഇതിനകത്ത് ഇവരുടെ ഇടയ്ക്കാണ് ഇരിക്കുന്നത്. അപ്പോൾ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ട്. അതായത് എനിക്ക് ഭയങ്കര ഒരു ബാഡ് എക്സ്പീരിയൻസ്. ബിക്കോസ് ഈ ഒരു ടിക്കറ്റിന് 920 രൂപയുള്ളൂ. ഞാൻ AC ടിക്കറ്റ് 2400 രൂപ കൊടുത്തിട്ടാണ് ഞാൻ AC ബുക്ക് ചെയ്തിട്ടുള്ളത്. ഫണ്ട് പോകുമെന്ന് അറിയത്തില്ല. കാരണം എന്താ വെച്ചാൽ എമർജൻസി കോട്ടയ്ക്ക് അപ്ലൈ ചെയ്തിട്ട് ഏത് കാറ്റഗറി ആണെങ്കിലും മതി. ഞാൻ TTR കണ്ട് സംസാരിച്ചപ്പോൾ പുള്ളി അങ്ങനെയാണ് പറഞ്ഞത്, നമുക്ക് ഏത് എമർജൻസിയാണ് ഏതിലെങ്കിലും കയറിന്ന് പോയാൽ മതി എന്നെങ്ങാണ്ടുള്ള ഓപ്ഷനാണ് പുള്ളി അത് കൊടുത്തതെന്ന് തോന്നുന്നു. അതുകൊണ്ട് ഫണ്ട് റീഫണ്ട് ചെയ്യില്ല എന്ന് തോന്നുന്നു. പക്ഷെ പുള്ളിയോട് പറഞ്ഞപ്പോൾ പുള്ളി അപ്ലൈ ചെയ്ത് തരാമെന്ന് പറഞ്ഞിട്ട് എൻ്റെ നോക്കട്ടെന്ന് പറഞ്ഞില്ലെങ്കിൽ എൻ്റെ പൈസ പോയി. ഇനിയിപ്പോൾ ഒരു ദിവസമായി. ഇനി നാളെ വെളുപ്പാങ്കാലം ആകുമ്പോഴേ അവിടെ എത്തത്തുള്ളൂ. അത്രയും ദിവസം ഞാൻ ഇങ്ങനെ ബാഡ് ഭയങ്കര സ്മെല്ല്. വാഷ്റൂമിൽ ഞാൻ പോയിട്ടില്ല കേട്ടോ, സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കയറാൻ തന്നെ അറപ്പാവുക. TTRോട് കുറേ ചോദിച്ചപ്പോൾ ഒട്ടും സീറ്റില്ല എന്ന് പറഞ്ഞു. പിന്നെ അതിൻ്റെ കൂടുതൽ എന്തോരം ട്രാൻസ്ജെൻഡേഴ്സാണ് വരുന്നത്. ഭയങ്കര ബുദ്ധിമുട്ടിക്കില്ല കേട്ടോ. എനിക്ക് തോന്നുന്നു, ഞാൻ അവരെ കുറ്റം പറയുന്ന അല്ല കേട്ടോ, അവരുടെ ജോലിയാണ്, അല്ലെങ്കിൽ അവർക്ക് അത് അവരുടെ ജീവിതമാർഗ്ഗമാണ്. എന്നാലും ആലോചിച്ചൊക്കെ നമ്മൾ കിടന്ന് ഉറങ്ങുന്ന സമയത്ത് ഞാൻ പിന്നെ പുതപ്പ് വെച്ചെടുക്കുമ്പോൾ അത് ആണുങ്ങളാണെന്ന് വിചാരിച്ചിട്ട് വന്നിട്ട് തൂങ്ങുക, തട്ടുക, വിളിക്കുക, അതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടല്ലേ നമുക്കൊക്കെ. സോ നോക്കാം. എന്തായാലും ഇപ്പം സമയം 11:30 ആയതേ ഉള്ളൂ. 11:30 ചായ കുറിച്ച് ഇങ്ങനെ വെറുതെ ഇരിക്കുക. നിങ്ങൾ കേൾക്കുന്നുണ്ടോയെന്ന് പോലും എനിക്കറിയത്തില്ല. കാണാം. 2 ദിവസത്തെ ട്രെയിൻ യാത്രയാണ് നിങ്ങളെ കാണിക്കാൻ പോകുന്നത്, എൻ്റെ ഈ ഒരു എക്സ്പീരിയൻസ്. ഈ ട്രെയിനിലൊക്കെ പോകുമ്പോൾ നമുക്ക് ആകെയുള്ള സമാധാനം ഈ പുറത്തെ കാഴ്ചകൾ, കുറേ പച്ചപ്പും കുറേ തോടും കുറേ കാടും, ഇത് മാത്രമേ ഉള്ളൂ. കുറച്ച് പുഴകളൊക്കെ, അതും കണ്ട് ഞാൻ കുറച്ച് നേരം അങ്ങ് ഇരുന്ന് വിശപ്പിൻ്റെ വിളി വീണ്ടും. സമയം 2 മണിയായിട്ടോ. 11 മണിയൊക്കെ ആയപ്പോഴത്തേക്കും എഗ് അണ്ടാ ബിരിയാണി എന്നൊക്കെ പറഞ്ഞു വന്നു. അതിന് ശേഷം 12 മണി വരെ വന്നു. പിന്നെ ഫുഡൊന്നും വന്നിട്ടില്ല. എനിക്ക് തോന്നിപ്പം ആന്ധ്രാപ്രദേശ് എത്താനായിട്ടുണ്ട്. ഫുഡ് വന്നില്ല. വിശക്കണം, ഒരു പഴം കഴിക്കുക. ഭയങ്കര ചൂട്, നല്ല വെയിലും, രക്ഷയിലിരിക്കാൻ വേണ്ടിയിട്ട്. സത്യം ഞാൻ ഭയങ്കര ടയേർഡായിപ്പോയി. റിട്ടേൺ എന്താവോ അവസ്ഥ. എല്ലാ ടിക്കറ്റും ബുക്ക് ചെയ്തിട്ടാണ് പോകുന്നത്. റിട്ടേൺ ഈ അവസ്ഥയായാൽ ഞാൻ വരുന്നില്ല. വാരണാസി തന്നെ കിടക്കാൻ പോവാ. പുറപ്പ് ഉണ്ടാവും, ഭയങ്കര ചൂടാ പുറത്ത്. അവസാനം മുട്ട ബിരിയാണി കിട്ടി. ഒരു ഭാഗ്യക്ക് കൊള്ളത്തില്ലാത്ത. അയ്യോ, 4 മണിയായി. വിശന്നിട്ട് കണ്ണ് കാണാത്തതുകൊണ്ട് മേടിച്ചെന്ന് മാത്രം.
പിന്നെ നമുക്കാകെ കഴിക്കാൻ കിട്ടുന്ന ഈ അണ്ടാ ബിരിയാണി മാത്രമാണ്. ആ അണ്ടാ ബിരിയാണി കഴിച്ച വിഷമത്തിൽ ഞാൻ ഏതോ സ്റ്റേഷനിലെത്തിയപ്പോൾ കുറച്ച് സമയം ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ ഇറങ്ങി കാണിച്ചു തരാം കേട്ടോ. ഇതാണ് ഞങ്ങൾ യാത്ര ചെയ്യുന്ന ട്രെയിൻ. ഇതിനകത്ത് കണ്ട അവസ്ഥ. സ്ലീപ്പർ കോച്ചാണ് കേട്ടോ, സ്ലീപ്പർ. ആ അണ്ടാ ബിരിയാണി കഴിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് ചെറുതായിട്ട് ഉറക്കമൊക്കെ വരാൻ തുടങ്ങി. പക്ഷേ രാത്രി ആയില്ലല്ലോ, ഇത് വൈകുന്നേരം ഒരു 5:30-6 മണി സമയമാണ്. എല്ലാവരും എൻ്റെ മുന്നിലൊരു ഒരു സീറ്റിൽ 6 ഹിന്ദിക്കാരിരിപ്പുണ്ട്. എവിടെ നിന്നൊക്കെയോ വന്ന ഹിന്ദിക്കാരോ. ഞാൻ എൻ്റെ സീറ്റ് ആർക്കും കൊടുക്കില്ല എന്നുള്ള ഭാവത്തിൽ ഞാൻ കിടന്നു. ബാക്കി എല്ലാ സീറ്റിലും 10 പേരൊക്കെ ഒരുമിച്ച് കിടക്കുന്നുണ്ട്. എനിക്ക് നാട് വിട്ടു പോകുന്നതിൻ്റെ ആണോ എന്നറിയത്തില്ല. ഒരു കുരു വന്നേക്കുന്നു. ആരോടും വർത്താനം പറയാനൊന്നും ഇല്ലാത്തതുകൊണ്ട് ഭയങ്കര വിഷമം കിട്ടുക. കാരണം എല്ലാ ഹിന്ദിക്കാർ, എനിക്കാണെങ്കിൽ ഹിന്ദി അറിയത്തുമില്ല, അവർക്കാണെങ്കിൽ മലയാളം അറിയത്തുമില്ല. അതുകൊണ്ട് വിഷമിച്ച് ഞാൻ കുറച്ച് നേരം കിടന്നു. പിന്നെ കുറച്ച് നേരം എഴുന്നേറ്റിരുന്ന് പുറത്തെ കാഴ്ചകളൊക്കെ കണ്ട് ആലോചിച്ചൊക്കെ ഇരുന്ന്. കാരണം വീട്ടിലായിരുന്നെങ്കിൽ മമ്മി ഇപ്പം 5 മണിയാകുമ്പോൾ കാപ്പി ഉണ്ടാക്കി തരുമല്ലോ, എന്തെങ്കിലുമൊക്കെ കഴിക്കാമായിരുന്നല്ലോ. ഇതിനകത്താകെ വരുന്നത് സമൂസ, വട, അണ്ടാ ബിരിയാണി. ഇതല്ലാതെ ഞാൻ ഇതിനകത്ത് വേറൊന്നും കണ്ടിട്ടില്ല. പിന്നെ ഏറ്റവും കൂടുതൽ ബംഗാളീസിന് തിന്നാൻ വേണ്ടിയിട്ടായിട്ട് ഈ പാൻപരാഗ്, ശംഭു, പിന്നെ വായി വയ്ക്കുന്ന എന്തൊക്കെയോ സാധനങ്ങളൊക്കെ ആയിട്ടാണ് അവരതൊക്കെ തിന്നിട്ടാട്ടോ കഴിഞ്ഞുകൂടുന്നതെന്ന് തോന്നുന്നു. ഇഷ്ടം പോലെ ആൾക്കാർ വരുന്നുണ്ട് ഹാൻഡ്സൊക്കെ ആയിട്ട്. അതുകൊണ്ട് തന്നെ തുപ്പിയും വാഷ് ബേസിനൊക്കെ നന്നായിട്ട് കുളവാക്കി വെക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ സൂര്യൻ അസ്തമിക്കാൻ പോവുകയാണ്, ഇറങ്ങിപ്പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാനത് ക്യാപ്ചർ ചെയ്തുകൊണ്ടിരിക്കുക. ഇരുട്ടാവാനായി. അങ്ങനെ ഇന്നത്തെ ഒരു ദിവസം എങ്ങനെയൊക്കെയോ ഞാൻ തട്ടിമുട്ടി അഡ്ജസ്റ്റ് ചെയ്തു. ബാത്റൂമിൽ പോലും പോവാതെ ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് ഇരുന്നു കേട്ടോ. എന്നെക്കൊണ്ട് സഹിക്കാൻ പറ്റുന്നതിനേക്കാളും അപ്പുറമായിരുന്നു ഈ ഇരുത്തം. ഹായ്, നമസ്കാരം. ഞാൻ ട്രെയിനിൽ ഒരു ബാഡ് എക്സ്പീരിയൻസ് നിങ്ങളോട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് കേട്ടോ. ഞാനിപ്പം എറണാകുളം പാട്ന എക്സ്പ്രസ്സിലാണ്. ഞാൻ കുറച്ച് ഒരു ട്രാവൽ ചെയ്യുകയാണ്. ഞാൻ ആക്ച്വലി 3rd AC ആണ് ബുക്ക് ചെയ്തിരിക്കുന്നത്. പക്ഷേ ഞാനിപ്പോൾ ഇരിക്കുന്നത് സ്ലീപ്പറിലാണ്. അതാണ് ഏറ്റവും വലിയ കോമഡി. ടിക്കറ്റ് ഏകദേശം കൺഫേം ആവില്ല എന്ന് കണ്ടപ്പോഴത്തേക്കും ഞാൻ എമർജൻസി കോട്ട അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു ഫ്രണ്ട് മുഖാന്തരം. പക്ഷേ എമർജൻസി കോട്ട നേരെ വന്നത് സ്ലീപ്പറിലേക്കാണ്. ഭയങ്കര ചൂട്. അതുപോലെ തന്നെ ഈ ട്രെയിൻ നിറച്ചും പാട്ന, ബീഹാർ ആ ഭാഗത്തേക്ക് പോകുന്ന ഹിന്ദിക്കാരാണ്. അപ്പം ഒട്ടും വൃത്തിയില്ല. വാഷ്റൂം എന്നോട് മുന്നേ ഫ്രണ്ട്സൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഭയങ്കര ശോകമാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എങ്കിലും ഭയങ്കര സ്മെല്ല്, ഇരിക്കാനും പറ്റുന്നില്ല. അത് മാത്രമല്ല ഇപ്പം 2500 രൂപ അങ്ങാണ്ട് കൊടുത്തിട്ടാണ് 3rd AC ബുക്ക് ചെയ്തിട്ടുള്ളത്. പക്ഷേ ഇപ്പം ഫണ്ട് തിരിച്ചു കിട്ടുമെന്ന് പോലും എനിക്കറിയത്തില്ല. 920 രൂപയ്ക്കാണ് ഞാനിപ്പോൾ ഈ സീറ്റിലിരുന്ന് ട്രാവൽ ചെയ്യുന്നത്. അപ്പോൾ ഏകദേശം രാത്രിയായല്ലോ. ഞാനാണെങ്കിൽ ഇനി മൂത്രമൊഴിക്കാൻ മുന്നിട്ട് കഴിയാം. ഞാൻ ആ വാഷ്റൂമിൻ്റെ സൈഡ് വരെ ഒന്ന് പോയതാണ്. അവിടെ ആൾക്കാർ ഇരിക്കുമോ കിടക്കുമോ, എന്തൊക്കെയോ ബാഗുകൾ തൂക്കി വയ്ക്കുമോ, സാധനങ്ങൾ തൂക്കി വയ്ക്കുമോ, എന്തൊക്കെയത് കണ്ടിട്ട് എനിക്ക് പോവാൻ തോന്നാതെ ഞാൻ തിരിച്ച് വരിക. അപ്പോൾ തിരിച്ച് വരുന്ന ഞങ്ങളുടെ റിസർവേഷൻ കമ്പാർട്ട്മെൻറ്റാണ് കേട്ടോ, സ്ലീപ്പർ കമ്പാർട്ട്മെൻറ്റാണ് ഈ ഇരിക്കുന്നത്. ഒരു സീറ്റ് തന്നെ 3 പേരൊക്കെയാണ് ഒരുമിച്ച് ഇരിക്കുകയും കിടക്കുകയൊക്കെ ചെയ്യുന്നത്. നിലത്ത് ഇപ്പം ഇത്രയല്ലേ ഉള്ളൂ, കുറച്ചും കൂടെ കഴിഞ്ഞാൽ കാണാൻ പറ്റും. അങ്ങനെ വിശന്ന് പണ്ടാരടങ്ങിയപ്പോൾ ഇതേ വന്നേക്കുന്നു സമൂസ. എന്നാൽ പിന്നെ സമൂസ കഴിക്കാമെന്ന് വിചാരിച്ച് സമൂസ കഴിച്ചു. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്കും വിജയവാഡ എത്തി. വിജയവാഡയിലെ ആ ഒരു മനോഹരമായ ആ ഒരു സ്ഥലം ഞാനൊന്ന് ക്യാപ്ചർ ചെയ്തതാണ് കേട്ടോ. ഇതൊരു വലിയൊരു പാലമാണ്. പാലത്തിൻ്റെ അപ്പുറ സൈഡിൽ വലിയൊരു അമ്പലം കാണാം. ഫുള്ള് ലൈറ്റ്സോട് കൂടിയിട്ടുള്ളത് ഒരു ചെറിയൊരു പുഴ എന്തോ ആണിത്. അപ്പോൾ ഇത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അതുകൊണ്ട് ഞാൻ ക്യാപ്ചർ ചെയ്തതാണ് കേട്ടോ. ഇന്ന് രാത്രി തള്ളി നീക്കി കിടന്നുറങ്ങി കഴിഞ്ഞിട്ട് നാളെ രാവിലെ ഒരു ദിവസവും കൂടെ ഉണ്ട്. അന്ന് രാത്രി നാളത്തെ രാത്രി വെളുക്കുമ്പോൾ 12 മണി 1 മണിയാകുമ്പോഴത്തേക്കും എൻ്റെ സ്ഥലത്ത് ഡ്രീം ലൊക്കേഷനിൽ എത്തും. ആ ഒരു സന്തോഷത്തിലാണ് ഈ രാത്രിയോട് ഞാൻ ബൈ പറയുന്നത്. അങ്ങനെ വിജയവാഡ എത്തി. വിജയവാഡയിൽ നിന്ന് ഫുഡ് കഴിക്കാം, എന്തെങ്കിലും മേടിക്കാം എന്നുള്ള പ്ലാനിലായിരുന്നു. പക്ഷെ കുറച്ച് ദൂരം ഉണ്ടായിരുന്നു. ആ സമൂസ കഴിച്ചിടത്തുനിന്ന് കുറച്ച് ദൂരം ഉണ്ടായിരുന്നു വിജയവാഡ വരെ. അപ്പോൾ എനിക്ക് വിശപ്പ് സഹിക്കാൻ പറ്റാതെയാണ് ഞാൻ ആ സമൂസ വാങ്ങിച്ച് കഴിച്ചത്. പിന്നെ വിജയവാഡ എത്തിയപ്പോൾ എനിക്ക് ഫുഡ് കഴിക്കാൻ തോന്നിയിട്ടില്ല. അപ്പോൾ ഞാൻ വേറെ ഒന്നും കഴിച്ചിട്ടില്ല. വിജയവാഡ എന്ന് പറയുന്നത് ഭയങ്കര ക്ലീൻ സിറ്റിയാന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട് കേട്ടോ. ഭയങ്കര നല്ല സിറ്റി, അടിപൊളിയാണെന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട്.
ഇട്ടിട്ടുണ്ട്. ഞാനിത് കുറേ ലോങ് ആയിട്ട് ഇട്ടപ്പോൾ നിങ്ങൾക്ക് വിചാരിക്കേണ്ട എന്തിനാ ഇത് മൊത്തം കാണിച്ചതെന്ന്. ഞാനിത് മൊത്തം ഇടാൻ കാരണം എന്ന് വെച്ചാൽ നിങ്ങളോട് ഈ കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ട് കൂടിയിട്ടാണ് കേട്ടോ. എൻ്റെ ട്രെയിനിലെ എക്സ്പീരിയൻസ് ഭയങ്കര ബാഡായിരുന്നു. ഞാൻ ഓരോ സ്ഥലം ചെല്ലും തോറും ആൾക്കാർ കൂടി വരുന്നല്ലാതെ കുറയുന്നില്ലായിരുന്നു. സ്ലീപ്പർ കോച്ച് ആണ്. ഏകദേശം സമയം 11 മണി ആയിക്കൊണ്ടിരിക്കുകയാണ്. 11 മണിയൊക്കെ ആയപ്പോഴത്തേക്കാണ് വിജയവാഡ എത്തുന്നത്. അപ്പോൾ വിജയവാഡയിൽ കുറേ പേര് ഇറങ്ങുമെന്നുള്ള പ്രതീക്ഷയിൽ സമാധാനിച്ചിരിക്കുമ്പോഴാണ് അടുത്ത അംഗം നിങ്ങൾ കാണാൻ പോകുന്നത്. ദേ നോക്കൂ, ഇതാണ് സ്ലീപ്പർ കമ്പാർട്ട്മെൻറ്റ്. വിജയവാഡ എത്തിയപ്പോഴത്തേക്കും ഇറങ്ങുമെന്ന് പ്രതീക്ഷിച്ച ആൾക്കാർ മൊത്തം ട്രെയിനിനകത്ത് തള്ളിക്കേറിയിരിക്കുകയാണ് ചെയ്തത്. അങ്ങനെ ഞാൻ വേറൊരു ഓപ്ഷൻ ഇല്ലായിരുന്നു. ലൈറ്റും ഇട്ട് സീറ്റിലൊക്കെ ആ ഇരിക്കുന്ന ഒരു പയ്യനും അപ്പുറത്തുള്ള പിള്ളേരൊക്കെ മലയാളീസാട്ടോ. കുറേ കഴിഞ്ഞപ്പോൾ ഇവരെവിടുന്നോ ഇവരുടെ സീറ്റ് കൺഫർമേഷൻ ആവാതെ ഇവർക്ക് ക്യാൻസലായിപ്പോയി. പിന്നെ ടിറ്റിനെ കണ്ട് ഫൈൻ അടിച്ച് കയറിയതാണ് അവർ. അങ്ങനെ ഞാൻ എങ്ങനെയോ കിടന്നുറങ്ങി. പിറ്റേ ദിവസം രാവിലെയായി. ഒന്ന് പല്ല് തേക്കാനൊക്കെ ആയിട്ട് ഞാൻ പോയി. അവിടെ ബാഗും എല്ലാം ഉണ്ട്. പക്ഷെ നമുക്ക് പല്ല് തേക്കാതെ ഇരിക്കാൻ പറ്റില്ലല്ലോ, നമ്മൾ മലയാളികളാണല്ലോ. കുളിച്ചില്ലേലും പല്ല് തേക്കണം എന്നുള്ളൊരു നിർബന്ധമുണ്ടല്ലോ. അങ്ങനെ ഞാൻ അവിടെ നിന്ന് പല്ല് തേക്കുകയാണ്. പക്ഷെ ഒട്ടും വൃത്തിയില്ല. അറപ്പ് കാരണം എനിക്ക് പല്ല് തേച്ചിട്ട് വാ കഴുകാൻ പോലും തോന്നിയില്ല. എന്നാലും പല്ല് തേക്കാതിരിക്കാൻ പറ്റില്ലല്ലോ, പല്ല് തേച്ചേക്കാം. ഇതുപോലത്തെ കുറേ എൻ്റർടൈൻമെൻറ്റ്സ് ഒക്കെ കാണാൻ പറ്റും കേട്ടോ. ഞാൻ ഈ എൻ്റർടൈൻമെൻറ്റ് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ, വീഡിയോ എടുത്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഞാൻ എൻ്റെ ശ്രദ്ധയിൽപ്പെടുന്നത്. മുമ്പിലിരിക്കുന്ന ഒരു ബംഗാളി, ഒരു ഹിന്ദിക്കാരൻ, അവനെ കയ്യിലെന്താ കാണിക്കണേന്ന് കണ്ടോ? ഇവന്മാർ 5 എണ്ണം തിങ്ങി നിറഞ്ഞ് ഇരുന്നിട്ട് അവർ വായിലേക്ക് എന്തോ കയറ്റി വയ്ക്കാൻ വേണ്ടിയിട്ട് അവിടെ ഇരുന്നിട്ട് എന്തോ അങ്ങനെ ഏതോ സ്റ്റേഷനിൽ എത്തിയപ്പോൾ ഇച്ചിരി വെള്ളം കിട്ടുമോ അറിയാൻ വേണ്ടിയിട്ട് ഞങ്ങൾ പുറത്തിറങ്ങിയത്. അത് പയ്യന്മാരാട്ടോ, മലയാളി പയ്യന്മാർ. അവന്മാരായിട്ട് കമ്പനിയൊക്കെ ആയി. അപ്പോൾ എനിക്ക് കുറച്ച് ബംഗാളികളുടെ സൈഡിൽ നിന്നും മാറിയിട്ട് മലയാളികളെ കണക്ഷൻ കിട്ടിയിട്ടുണ്ട്. അതിലൊരുത്തനാണിത്. ആ മുകളിലിരിക്കുന്ന 2 മലയാളികൾ ഏകദേശം ഇറങ്ങി കഴിഞ്ഞപ്പോഴത്തേക്കും 13 പേരെ കമ്പനി ആയിട്ടുണ്ട്. മലയാളികളാണ്, എറണാകുളംകാർ. ഇവർ റാന്നിക്കാരാണ്. ആ മുകളിലിരിക്കുന്നത് എറണാകുളത്തുള്ളവരാണ്. 3 പേര് എറണാകുളംകാരാണ്. ഇവർ 3 പേര് റാന്നി. വേറെ 3 പിള്ളേർ സെറ്റുകളുണ്ട്. അവന്മാർ കൊല്ലം, പിന്നെ 2 പേര് എറണാകുളം. ഒരുത്തൻ ഒരു പണിയില്ലാത്തത് കൊണ്ട് നോട്ടീസും കൊണ്ട് വന്നിടത്തുനിന്ന് വിമാനം ഉണ്ടാക്കി പറത്തി കളിക്കുന്നു. പിന്നെ നമുക്ക് കുറച്ച് ഉല്ലാസകരമായിട്ട് കാണാനുള്ളതാണ് ഇത്. വാച്ചൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ കുറേ വാച്ചുകൾ, ഏറ്റവും കൂടുതൽ വാച്ചുകളും ഈ വായിൽ വയ്ക്കുന്ന ശംഭുവോ കൈനി അങ്ങനത്തെ എന്തൊക്കെയാണ് വരുന്നത്. പിന്നെ കൂടുതലുള്ളത് ഇത് പ്രാഗിയിട്ടും തെറി വിളിച്ചിട്ടൊക്കെ പോകുന്നു. നീ കഴിക്കേ, എങ്ങനെ നോക്ക്. അണ്ടാ ബിരിയാണി എനിക്ക് വേണ്ട, ഞാൻ കഴിച്ചതാ. സൂപ്പർ സൂപ്പർ എന്നൊക്കെ. അവസ്ഥകൾ കിടക്കുന്നത് അമ്മേ. ഒരു രാവിലെ ഒരു ബിരിയാണി കഴിച്ച എൻ്റെ പാവം. കഴിക്കടാ. നേരത്തെ കാണിച്ച വിഷമം എന്താന്ന് വെച്ചാൽ, അടുത്ത അണ്ടാ ബിരിയാണി ഒരുത്തൻ രാവിലെ വാങ്ങിച്ചായിരുന്നു. അത് നല്ല രീതിയിൽ ഫ്ലോപ്പ്, അരി പോലും വേവാത്ത ഒരു അണ്ടാ ബിരിയാണി. അത് കഴിച്ച് ഫ്ലോപ്പ് മാറി കഴിഞ്ഞപ്പോഴത്തേക്കും ഇവന് വിശന്നു എന്നും പറഞ്ഞിട്ട് ഇവൻ വാങ്ങിച്ചൊരു അണ്ടാ ബിരിയാണിയാണ്. അതടുത്ത ഫ്ലോപ്പായിപ്പോയി. ചുമ്മാ ഈ സ്ഥലം കണ്ടപ്പോൾ ഭയങ്കര ഇഷ്ടമായിട്ടോ. കുറേ നല്ല ബോഗൻവില്ലാസ് അല്ല, അത് വേറെ എന്തോ സൈസ് ചെടിയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ആ കളറ്. അപ്പം ഇങ്ങനെ പൂത്ത് നിൽക്കുന്ന കണ്ടപ്പം ഭയങ്കര സന്തോഷം തോന്നി. അങ്ങനെ എടുത്തതാ വീഡിയോ. ചായ് അയ്യാർ സിറ്റി से चाय गरम समोसे. സോ ഇന്ന് ഡേ 2 തീരാനായി, വൈകുന്നേരമായി. അപ്പം നിങ്ങൾക്ക് ഇന്നലെ രാത്രിയിൽ ആ തിരക്കും ഭയങ്കര റഷായി പോയിട്ടുണ്ടായിരുന്നു ഏതൊരു സ്റ്റേഷനിൽ എത്തിയപ്പോഴത്തേക്കും. അവിടുന്ന് പിന്നെ എങ്ങനെയൊക്കെയോ കിടന്നുറങ്ങി. അപ്പോഴും നല്ല തിരക്കായിരുന്നു. കുറേ അങ്ങനെത്തിയപ്പോഴത്തേക്ക് നല്ല തണുപ്പൊക്കെ കിട്ടിയായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ നേരം വെളുത്തു കുറച്ച് ലേറ്റായി എഴുന്നേക്കാം. കാരണം മിനിങ്ങാമത്തെ ക്ഷീണവും ഇന്നലത്തെ ക്ഷീണവും എല്ലാം കൂടെ ഉണ്ടായിരുന്നു. പിന്നെ ഇന്നലെ ആ ഭാഗത്തേക്ക് പോകാൻ പറ്റില്ല. ബാത്റൂം ഭയങ്കര ഷോക്കായിരുന്നു. കാരണം ഭയങ്കര അഴുക്ക്, ഭയങ്കര വൃത്തികേടൊക്കെ ആയിരുന്നു. കുറേ കഴിഞ്ഞ് 11-11:30 ആയപ്പോഴും ഞാൻ പല്ലൊക്കെ തേച്ചത് പോലും.
രാവിലെ ആയപ്പോഴേക്കും കുറേ തിരക്കുകൾ കുറഞ്ഞിട്ടുണ്ടായിരുന്നു, ആൾക്കാർ കുറേ ഇറങ്ങി. എന്നാലും ഇവിടേക്ക് ഇങ്ങനെ ബുദ്ധിമുട്ടൊക്കെ ആയിരുന്നു, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇപ്പം വൈകുന്നേരമായി 5 മണി. ഇന്ന് രാവിലെ ഒരു 1:45 2 മണിയാകുമ്പോഴത്തേക്കും ഞാൻ എത്തേണ്ട സ്ഥലത്തെത്തും. അവിടെ വരെ ഉള്ളൂ ഈ വീഡിയോസ് എടുക്കുന്നത്. പ്രത്യേകിച്ച് പുറം കാഴ്ചകളൊന്നും കാണാനില്ല, വെറുതെ ഇങ്ങനെ ഈ പാടം അത് മാത്രമേ ഉള്ളൂ. പിന്നെ എന്താണ് ഈ തിരക്ക്, വൃത്തികെട്ട സ്ഥലങ്ങൾ, പിന്നെ കുറേ ട്രാൻസ്ജെൻഡേഴ്സ് ഇങ്ങനെ വരും, എപ്പോഴും ബെഗേഴ്സ് വരും, ബെഗ് ചെയ്തിട്ട് കുറേ ആൾക്കാർ വരും, അങ്ങനെയുള്ളത് മാത്രമേ. അങ്ങനെ ട്രെയിൻ പറന്നടിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് പോട്ടെ, എനിക്കും സമയം ഭയങ്കരമായിട്ട് ബാഡ് അടിക്കുന്നുണ്ട്. അപ്പോൾ പെട്ടെന്ന് പറന്ന് അവിടെ എത്തുവാണെങ്കിൽ രാത്രി ആകുമ്പോഴത്തേക്കും അവിടെ എത്തുമല്ലോ. ആ ഒരു സന്തോഷത്തിലാണ് ഞാനിപ്പം നിൽക്കുന്നത്. ഏകദേശം ഇരുട്ടാവാനായി, രാത്രി ആവാനായിട്ടുണ്ട്. അതിൻ്റെതെല്ലാം ലക്ഷണങ്ങളും കാണാനുണ്ട്. സൂര്യൻ അസ്തമിക്കാൻ ഏകദേശം അല്പസമയം മാത്രമേ ഉള്ളൂ. അങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കും കുറേ മലയാളികളെ പരിചയപ്പെട്ടു. ഈ ട്രെയിനിൽ കുറേ ഇപ്പുറത്തേക്ക് ബോഗികളിലായിട്ട് ഒരുപാട് മലയാളീസ് ഉണ്ട്. അപ്പം ഇവന്മാർ എവിടെ നിന്നൊക്കെയോ കണക്ഷൻ അടിച്ച് ഓരോരുത്തരും നമ്മുടെ ബോഗിൽ വന്നിരിക്കാൻ തുടങ്ങി. അങ്ങനെ ഞങ്ങളുടെ അടുത്തും വന്നിരുന്നു. ഇവരൊക്കെയാണ് ആ മലയാളി പയ്യന്മാർ. ഹിന്ദിക്കാരും ഉണ്ട്. ഇത് നമ്മളോട് സംസാരിച്ചു. അയാൾ പറഞ്ഞു അതിന്റെ പേര് ചക്കടിവാല. ചക്കടിവാല നിങ്ങൾ വാങ്ങുന്നുണ്ടോ? നിങ്ങൾ ചക്കടിവാല ചക്കടിവാല ബെൽ എനിക്ക് വേണ്ടെന്നൊക്കെ. ഉറങ്ങാനൊന്നും പ്ലാനില്ല, വെറുതെ കിടന്നതാണ്, വെറുതെ ഇരിക്കുകയാണ്. കാരണം എത്താനാകുന്നുണ്ട്. 1:45 എത്തും. നമ്മളിപ്പോൾ ഏകദേശം സമയം 8 മണി ആയിട്ടുണ്ട്. സോ ട്രെയിൻ കത്തിക്കാൻ പോവാണോ? ഇവൻ എന്തായി കാണിക്കണേന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? ട്രെയിൻ കത്തിക്കൊന്നുമല്ല കേട്ടോ. ഇവൻ പുറത്തിറങ്ങി നിന്നപ്പം ആരോ ഒരാൾ ഇതുപോലെ പുകയ്ക്കുന്ന കുന്തിരിക്കാണോ എന്തോ സ്മെല്ലുള്ള ഒരു സാധനം കൊണ്ടുവന്നു എന്ന് പറഞ്ഞു. അങ്ങനെ ഇവനത് മേടിച്ചു. ഈ ട്രെയിൻ നിറച്ചും തിരക്കായതുകൊണ്ട് മണക്കാൻ വേണ്ടിയിട്ട് അവൻ കൊണ്ടുവന്ന. അവൻ ഫുഡ് കഴിക്കുക. സോറി ബൈ. ഫുൾ പോയിച്ചിട്ട് വന്ന് നീയല്ലേ ഫുൾ ടൈം ഇതിലേക്ക് നടക്കുന്നത്? കുറച്ച് പോയിച്ചേടാ നടന്ന്. കിളി പോയ പോലെ പോണോയ്ക്ക്. പിന്നെയും രാത്രിയായി. നമ്മൾ ഏകദേശം എത്താനായിട്ടുണ്ട്. ലൊക്കേഷനിൽ ഡെസ്റ്റിനേഷനിൽ എത്താനായിട്ടുണ്ട്. എത്താനായെന്ന് കണ്ടപ്പോഴത്തേക്കും വെറുതെ ഒന്ന് മുഖം കഴുകാൻ വേണ്ടിയിട്ട് വന്നതാണ്. വാഷ് ബേസിൻ കണ്ടപ്പോൾ തന്നെ എൻ്റെ എല്ലാ കിളിയും പറന്ന്. എന്നാലും കഴുകിയേക്കാമെന്നും പറഞ്ഞ് മുഖമൊക്കെ കഴുകി പുറത്തോട്ട് നോക്കിയപ്പോഴത്തേക്കും ആഹാ എല്ലാവരും പുറത്തിറങ്ങി നിൽക്കുന്നു. ഞാൻ ഇറങ്ങിയാലോ എന്ന് വിചാരിച്ചു, പക്ഷേ വേണ്ട. പണിപാളി ട്രെയിൻ വിട്ടുപോയാൽ ഞാൻ എങ്ങനെ ഓടി കയറുമെന്ന് വിചാരിച്ച് ഞാൻ ട്രെയിനിൽ തന്നെ ഇരുന്ന് അങ്ങോട്ട് നടന്ന് നമ്മുടെ സ്ഥലത്തേക്ക് പോവുകയാണ്. നല്ല തിരക്കുള്ള റെയിൽവേ സ്റ്റേഷൻ. ഇത് ഏതാ റെയിൽവേ സ്റ്റേഷൻ എന്ന് ഓർക്കുന്നില്ല. നല്ല തിരക്കുണ്ട്. എന്തായാലും ഇനി ആകെ 2-3 മണിക്കൂറുകൾ മാത്രമാണ് നമ്മൾക്ക് എത്താനുള്ള സ്ഥലത്തേക്ക് എത്താനുള്ളത്. സോ നമ്മൾ നിൽക്കുന്നത് 7ാമത്തെ പ്ലാറ്റ്ഫോമിലാണ്. അതാണ് ഈ എഴുതി കാണിച്ചത് കേട്ടോ. പിന്നെ ഇത് ഞാൻ പറയാതിരിക്കാൻ വയ്യ. ഇത് ഞങ്ങളുടെ കമ്പാർട്ട്മെൻറ്റിലായിരുന്നു ഉണ്ടായിരുന്നത്. ഇവരെവിടേക്ക് കാശിക്ക് പോവുകയാണ്. ഭയങ്കര പാട്ടും ബഹളവും ഒക്കെ ആയിട്ടുള്ളവർ. ഞാനത് മുന്നേ പോസ്റ്റ് ചെയ്യണമെന്ന് വിചാരിച്ചു, പക്ഷേ അതിവിടെ ആയിപ്പോയി. ഇതൊരു പകലത്തെ വീഡിയോ ആണ്. ഞാൻ വെറുതെ ഒന്ന് ഇങ്ങോട്ട് എടുത്ത് പോസ്റ്റ് ചെയ്തതാണ്. ഭയങ്കര ബഹളമായിരുന്നു. അങ്ങനെ ഞങ്ങളുടെ കമ്പാർട്ട്മെൻറ്റിൽ നിന്ന് വേറെ കമ്പാർട്ട്മെൻറ്റിലേക്ക് പോയി ഇവരെല്ലാവരും കൂടെ ഒരുമിച്ചിരുന്നിട്ടാണ് ആ മലയാളി പയ്യന്മാരൊക്കെ ഞങ്ങൾ ഇരുന്നിടത്ത് എത്തിയത്. സോ അങ്ങനെ പാട്ടും ബഹളവും ഒച്ചപ്പാടുമൊക്കെയായി നമ്മൾ വാരണാസി ജംഗ്ഷൻ എത്തിക്കഴിഞ്ഞിരിക്കുകയാണ്. നമ്മൾ 1:45 വാരണാസിയിൽ എത്തിയിട്ടുണ്ട്. ഇനി ഫുൾ ഇവിടുത്തെ വീഡിയോസാണ്. ഞാൻ എങ്ങോട്ടാ ഇപ്പോൾ ട്രാവൽ ചെയ്തതെന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? വാരണാസി ഒരു വീഡിയോയിൽ നമുക്ക് കാണാട്ടോ എവിടെയാണ് ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ അതുവരെ എല്ലാവർക്കും
മനുഷ്യന്മാരുടെ തിരക്ക് കണ്ടോ, വന്നിറങ്ങിയ ട്രെയിനിലാണ്. ഇവരെല്ലാം ഈ അമ്പലത്തിലേക്കാണോ ദൈവമേ? അങ്ങനെ പുറത്തിറങ്ങി കഴിഞ്ഞപ്പോഴത്തേക്ക് ദേ കിടക്കണു. എന്തോരം പേരാ റെയിൽവേ സ്റ്റേഷനകത്തും പുറത്തൊക്കെ ആയിട്ട് കിടന്നുറങ്ങണേ. ഇവർ പോവാൻ വേണ്ടിയിട്ട് വന്നവരാണോ, അത് റെയിൽവേ സ്റ്റേഷനിൽ വെറുതെ കിടക്കാൻ വന്നവരാണോ, എന്താണെന്നൊന്നും ഒരു ഐഡിയയും കിട്ടുന്നില്ല. പിന്നെ നമ്മളെല്ലാവരും കൂടെ ട്രെയിനിലുണ്ടായിരുന്ന 10-13 ആൾക്കാരെല്ലാവരും കൂടെ ഒരുമിച്ച് ഇറങ്ങി ഒരു ഹോട്ടൽ തപ്പാമെന്ന് വിചാരിച്ചു. അങ്ങനെ വാരണാസി റെയിൽവേ സ്റ്റേഷൻ്റെ മുന്നിൽ നിന്നും പട്ടി ഷോ കാണിച്ച് ഞാനിങ്ങനെ കുറച്ച് വീഡിയോസ് റീൽസും ഒക്കെ പോസ്റ്റ് ചെയ്തു. അങ്ങനെ ഓട്ടോക്കാരുടെ അടുത്ത് വില പേശി ഞങ്ങളൊരു 3 ഓട്ടോയിലായിട്ട് ഞങ്ങളെല്ലാവരും കൂടെ കയറി. കാരണം എല്ലാവരും ഒരുമിച്ച് പോയാൽ എവിടെയെങ്കിലും ഹോട്ടലിൽ റേറ്റ് കുറച്ച് കിട്ടുമെന്ന് വിചാരിച്ച് പോയതാണ്. പക്ഷേ ഞങ്ങൾ വീണ്ടും അബദ്ധത്തിലേക്കാണ് പോയതെന്നും ഞങ്ങൾ അറിഞ്ഞില്ല ഗൈസ്. ഞങ്ങളൊരു 3 ഓട്ടോയിലായിട്ട് കയറി. അപ്പോൾ ഈ ഓട്ടോക്കാർ നമുക്ക് റൂം കാണിച്ച് തന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ കമ്മീഷനും കൂടെ ചേർന്നിട്ടുള്ള റേറ്റാണ് മറ്റവർ പറയുന്നതെന്നുള്ള, ഹോട്ടലുകാർ പറയുന്നതെന്നുള്ളത് അവിടെ എത്തിക്കഴിഞ്ഞ് പിറ്റേ ദിവസമാണ് ഞങ്ങൾ അറിയുന്നത്. അവരുമായിട്ട് ഹോട്ടലിലുള്ള ആൾക്കാരുമായിട്ട് കമ്പനി ആയി കഴിഞ്ഞപ്പോഴത്തേക്കും. നിങ്ങൾ ആരെങ്കിലും പോകാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരിക്കലും ഓട്ടോക്കാരുടെ വഴി പോവരുത്. അവർ കമ്മീഷൻ എടുത്തിട്ടൊക്കെ നമ്മളെ അവിടെ ആക്കത്തുള്ളൂ. അങ്ങനെ നമ്മളിതേ വാരണാസിയിലെ അസിഘട്ടിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവർ വേറെ ഏതോ കാശി ടെമ്പിളിൻ്റെ അടുത്ത് റൂം തരാമെന്നൊക്കെ പറഞ്ഞു. പക്ഷെ അതൊക്കെ വേറെ ഇവർക്ക് കമ്മീഷൻ കിട്ടുന്ന ഏതോ ഒരു ഏരിയ ആയിരുന്നു. അങ്ങനെ ഞങ്ങൾ അവിടെ പോവാതെ നമ്മൾ ഒരേ ഒരു വാശിയിൽ പറഞ്ഞു ഞങ്ങൾക്ക് അസിഘട്ട് മതി. അപ്പോൾ അവർ പറഞ്ഞു കുറേ ദൂരമാണ് അസിഘട്ട് എന്ന്. പക്ഷേ ഞങ്ങൾ എന്നിട്ടും പറഞ്ഞു ഞങ്ങൾ ഒരുപാട് റീലിൽ കണ്ടിട്ടുണ്ട് അസിഘട്ടാണ് അടുത്തെന്ന് പറഞ്ഞു. അങ്ങനെ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ഓട്ടോറിക്ഷയിൽ കയറി അസിഘട്ടിലേക്ക് പോവാണ്. അപ്പം ഇയാൾ എന്ത് ചെയ്തു, ഞങ്ങളെ ആദ്യം തന്നെ അസിഘട്ടിൽ കൊണ്ടുപോയിട്ട് ഇതാണ് അസിഘട്ടെന്ന് ആലോചിച്ച് നോക്കണം. സമയം അന്നേരം ഏകദേശം 3 മണി. ഞങ്ങൾ ആരും ഉറങ്ങിയിട്ടില്ല. അങ്ങനെ നടന്ന് റൂമൊക്കെ തപ്പി അവസാനം ഒരു സ്ഥലത്ത് ചെക്ക് ഇൻ ചെയ്യുകയാണ്. ഈ ഇരിക്കുന്നു. ഇവൻ്റെ പേര് ആശിഷ് യാദവിനെ ഞാൻ പരിചയപ്പെട്ടിട്ടുണ്ട്. അവൻ്റെ കോൺടാക്ട് നമ്പറൊക്കെ എൻ്റെ കയ്യിലുണ്ട്. ഇതാണ് നമ്മൾ വന്ന ഓൾ ടീംസ്. ഇത് എല്ലാം മലയാളികളാണ്, 13 മലയാളികളാണ്. അങ്ങനെ ഞാൻ ഈ വീഡിയോ വാരണാസി എത്തിപ്പെട്ട എൻ്റെ ട്രാവൽ ബുദ്ധിമുട്ടി കഷ്ടപ്പെട്ട് ഞാൻ വന്ന ട്രാവൽ വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ഇനി വാരണാസിയിലെ വിശേഷങ്ങളുമായി വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.